ശ്രീനാഥ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ പ്രശ്നമുണ്ടായ ഉടനെ തന്നെ രോഗികളെയൊക്കെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നും ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? എന്നാൽ തീ നിയന്ത്രണ വിധേയമായ എന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് ഐസിയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ രോഗികളെ ആദ്യഘട്ടത്തിൽ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അതായത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ അത്യാഹിത വിഭാഗത്തിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ പുക അവിടെ ആകെ നിറഞ്ഞത് കൊണ്ട് തന്നെ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ രോഗികളെയും കുട്ടികളെയും മാറ്റാനായി എന്ന് തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഈ മെഡിക്കൽ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തിയതാണ് ഇതൊരു പ്രതിസന്ധിയാകാൻ കാരണമായത്. എന്തായാലും മറ്റു സ്ഥലങ്ങളിലേക്ക് രോഗികളെ മാറ്റി പറഞ്ഞപ്പം ഷോർട്ട് സർക്യൂട്ടാണ് ഇതൊരു തീപിടുത്തത്തിന് കാരണമായതെന്നും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. അത് ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് എത്തിയതാണെന്നുമാണ് പ്രതികരണം. എന്തായാലും നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അതിനുശേഷം വിവരങ്ങൾ നൽകിയത് AK സ്റ്റെഫിനിലേക്ക് കൂടി പോവുകയാണ്. സ്റ്റെഫിൻ, തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത് എന്നാണ് രാഹുൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. സ്റ്റെഫിൻ, അവിടെ എത്തുമ്പോൾ അധികൃതർ ആരെങ്കിലും എന്തെങ്കിലും അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പൂജ, ഏതായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം തീ നിയന്ത്രണ വിധേയമായി എങ്കിൽ പോലും മെഡിക്കൽ കോളേജാണ്, കൂടുതൽ സുരക്ഷിതം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഇപ്പം എന്തായി സ്ഥിതി? ശരി 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 അതായത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആംബുലൻസും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായി രോഗികളെ മാറ്റണമെങ്കിലോ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റണമെങ്കിലോ ഒക്കെ അതിനുവേണ്ടി കൂടുതൽ ആംബുലൻസും ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാഹനങ്ങൾ വന്നു തിരിഞ്ഞു പോകാനൊന്നും തന്നെ കഴിയാത്തൊരു സ്ഥിതിയാണ്. പക്ഷേ ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരിൽ നിന്നും ഒപ്പം തന്നെ ഫയർഫോഴ്സിൽ നിന്നുമൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രോഗികൾക്ക് വലിയ തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഒരുപാട് പേർ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ വലിയ രോഗമായിട്ട് എത്തുന്നവർ, ഗുരുതര രോഗമായിട്ട് എത്തുന്നവരൊക്കെയാണ് ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ചികിത്സാ പരിഗണനയൊക്കെ അവർക്ക് നൽകേണ്ട ഒരു സ്ഥിതിയുമുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരെ ഇങ്ങോട്ടേക്ക് ആശുപത്രിയുടെ പുറത്ത് ഭാഗത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അകത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. രോഗികളും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ഉണ്ട്. എന്താണ് സ്ഥിതി? എന്തായിരുന്നു ഇവിടെ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് 50ഓളം പേഷ്യൻറ്റുമാർ അതിനകത്തുണ്ടായിരുന്നു. 50ഓളം പേഷ്യൻറ്റുമാർ ഇതിൽ ICUലോട്ട് മാറ്റി എന്നാണ് പറയുന്നത്. ഇതാരെയും ഏറ്റിട്ടുണ്ടോ എന്നൊരു അറിവുമില്ല. അത് പൊള്ളലേറ്റുണ്ടോ പുറത്ത് പറയാനും ഒരു മടിയായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പം ഏകദേശം ശാന്തമായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ആൾക്ക് ഇപ്പോൾ വേറെ പേഷ്യൻ്റ് വേറെ ഗുരുതരമായ പരിക്കില്ല എന്നതിലാണ് പറയുന്നത്. എവിടെയാണ് തീപിടുത്തം? ഏത് ഭാഗത്താണ്? രണ്ടാമത്തെ ICU എന്നാണ് പറയുന്നത്. രണ്ടാം ഫ്ലോറിലുള്ള ഫുൾ ICU എന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള അവർ പറഞ്ഞിട്ടില്ല. ഏതായാലും ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ്. ഇനി ഏതായാലും കൂടുതൽ പരിശോധനകൾ അക്കാര്യത്തിലെല്ലാം തന്നെ വരേണ്ടതുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരെ അങ്ങോട്ടേക്ക് അകത്തേക്കൊന്നും തന്നെ കയറ്റി വിടുന്നില്ല. പുറത്ത് തന്നെയാണ് എല്ലാവരെയും ആക്കിയിരിക്കുന്നത്. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രമാണ് അകത്ത് ഇപ്പോൾ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ ഉള്ളത്. കൂടുതൽ പേരെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ആശുപത്രിക്ക് മുന്നിൽ, പ്രത്യേകിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിൽ ഒരുപാട് പേർ തടിച്ചു കൂടിയിട്ടുണ്ട്. അത്രയധികം വലിയ ആശങ്കയാണ് ഇന്ന് ഏതായാലും രൂപപ്പെട്ടത്.